വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് ആര്? മന്നത്ത് പത്മനാഭൻ. വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം? യോഗക്ഷേമ സഭ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? കുമാരനാശാൻ. ആധുനിക കേരളത്തിന്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? പി സനൽ മോഹൻ. സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ? ചെമ്പന്തറ കാളിചോതി കറുപ്പൻ. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെറായി. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? 1809 ജനുവരി 11. തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി? മഹാറാണി ഗൗരി പാർവതിബായി. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി? റാണി ഗൗരി ലക്ഷ്മിബായി. ആധുനിക തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമായിരുന്നു? സ്വാതി തിരുനാൾ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം? കുളച്ചൽ യുദ്ധം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം? മണ്ണടി. ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ മഹാരാജാവ്? സ്വാതി തിരുനാൾ. കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം? 1932. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൺ ട്രാജഡി? മലബാർ കലാപം. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? അക്കാമ ചെറിയാൻ. കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം? പയ്യന്നൂർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? എ കെ ഗോപാലൻ. 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലൻ. മലയാളി മെമ്മോറിയൽ 1891 സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അതീവ രഹസ്യമായി അച്ചടിച്ച് കേരളമെങ്ങും എത്തിയ പത്രത്തിന്റെ പേര്? സ്വതന്ത്ര ഭാരതം. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു? കെ കേളപ്പൻ. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ഏത്? 1947. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ്? ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. അയിത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? വൈക്കം സത്യാഗ്രഹം. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ്? കെ ദേവയാനി. വിമോചന സമരം നടന്ന വർഷം? 1959. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തിച്ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി? എ ജി വേലായുധൻ.
ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം. ജനഹിത പരിശോധന. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ കേരള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് ഇടയാക്കിയ പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം. തൃശൂർ. തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷം. 1859. ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച സ്ഥലം. പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമായ വരിക വരിക സഹചരേ എന്ന വരികൾ രചിച്ചത് ആരായിരുന്നു? അംശി നാരായണ പിള്ള.